ഇന്ന് ലഞ്ച് ബോക്സിൽ തോരൻ എന്താണെന്ന് നോക്കാം. ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തനിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം വേകാനായിട്ട് വെക്കാവേ. സാധാരണ കടുതാളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി ചെയ്യുന്നതാണ് ബെസ്റ്റ്. എനിക്ക് എപ്പോൾ അങ്ങനെ ചെയ്താലും ആ ഉരുളക്കിഴങ്ങ് തോരൻ ഫ്ലോപ്പ് ആകാറുണ്ട്. അതുകൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാറ്. അപ്പോൾ കഷ്ണങ്ങളൊന്ന് വെന്തോ നോക്കട്ടെ. ഇത് കുറച്ച് വേവ് കുറവാണ്. അപ്പോൾ ഇതിലേക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ അപ്പച്ചട്ടിയിൽ ചെയ്ത് ഇപ്പോൾ എനിക്ക് ഈ അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതിൽ അരപ്പിന് വേണ്ടി ഒരു 2 സ്പൂൺ തേങ്ങ, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി, ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതഞ്ഞത് കുറച്ച് കൂടിപ്പോയാട്ടോ, അതാണ് ഇങ്ങനെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം വറ്റിയതിന് ശേഷം മാറ്റാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ വെള്ളം ഇരുന്നോട്ടെ. ഈ പാത്രം മാറ്റിയിട്ട് അടുത്ത് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എപ്പോഴും തോരന് നല്ലതാണ്. ഇതിലേക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ തോരനല്ല ഏതൊരു സാധനം വെച്ചാലും അധികം കടുക് ഉപയോഗിക്കാറില്ല കേട്ടോ. കടലാക്രമണമൊക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തീ കുറച്ച് വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറി ഇത്രയും ഭയങ്കരമായിട്ട് നടക്കുന്നത്. എപ്പോഴും ഇതുപോലത്തെ സാധനങ്ങൾ ഇടുമ്പോൾ തീ കുറച്ചൊന്ന് ഓഫ് ചെയ്തിട്ട് ഇടുക, ഇല്ലെങ്കിൽ കണ്ണിലും മുഖത്തൊക്കെ തെറിക്കും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഇരുന്ന് ആ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങാപ്പീര കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് അരവ് കൂടിപ്പോയി. അരവ് കൂടിയത് മാത്രമല്ല, ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ഞാൻ തണുപ്പ് പോകാൻ വെക്കാണ്ട് മിക്സിയിൽ അരച്ചെടുത്തത്. അതാ കുറച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതുപോലെ ആയിപ്പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് കുറച്ച് സമയം ഇച്ചിരി വെള്ളം ഉള്ളത് കൂടെ ഉണ്ട്. ഈ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആവട്ടെ. തേങ്ങ വെന്ത് ആ ഉരുളക്കിഴങ്ങിലെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം എല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പ് അഡീഷണൽ ചേർത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചോറ് വെച്ച് ഉപ്പ് ചേർക്കാറില്ല. അപ്പോൾ തോരൻ വെച്ച് കുഴച്ച് കഴിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് അടിയിൽ പിടിച്ചത് നോക്കിയിട്ട് തോരൻ കരിഞ്ഞു പോയെന്നൊന്നും വിചാരിക്കേണ്ട. തോരനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഉരുളക്കിഴങ്ങിനൊന്നും കരിഞ്ഞിട്ടൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കാം. ഇങ്ങനെ തനിച്ച് കഷ്ണങ്ങൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോർത്തിയെടുക്കാൻ പറ്റാറുണ്ട്. ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഈ കുഴഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇതിന്. അപ്പോൾ ലഞ്ച് ബോക്സിലത്തേക്കുള്ള ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് വേകേണ്ട സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ലഞ്ച് ബോക്സ് കെട്ടുമ്പോഴത്തേനും മാറ്റാം. അതുവരെ മൂടി വെച്ചേക്കാം.